ബി ജെ പിക്കും ജെ ഡി യുവിനും അർഹിച്ച വിജയം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജാതി സമവാക്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്ത് അതിനനുസരിച്ച് എന്താ പറയുക, സീറ്റുകൾ വിഭജിച്ച് എല്ലാ ഘടകകക്ഷികളെയും യോജിപ്പിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടതിൻ്റെ വിജയം എന്നുള്ളതാണ്. ഞാനിപ്പം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൽ ജെ പിക്ക് 29 സീറ്റ് കൊടുത്തു. അന്നേരം ജെ ഡി യു തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എൽ ജെ പിക്ക് ഇത്ര സീറ്റ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബി ജെ പി പറഞ്ഞതിന് കാരണം പല മണ്ഡലങ്ങളും അവർക്ക് സ്വാധീനമുണ്ട്. കാരണം അവരെന്താണ്, അവരൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയായി വളർന്നു വന്ന രാംവിലാസ് പാസ്വാനിൻ്റെ കീഴിൽ വളർന്നു വന്ന ഒരു പാർട്ടിയാണ്. പല സ്ഥലങ്ങളിലേക്കും അവർക്ക് 10,000, 20,000, 25,000 വോട്ടുകൾ അതിൻ്റെ സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് 29 സീറ്റ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്തും. ആ സമയത്തും അവർ 5 സീറ്റിൽ ജയിച്ചു വന്നു. കാരണം അവർക്ക് അധികം സീറ്റ് കൊടുത്തു, 10-ലധികം സീറ്റ് അവരിൽ കൊടുത്തിട്ട് മത്സരിക്കാൻ പറയുകയാണ്. അപ്പോൾ 5 സീറ്റിൽ ജയിച്ചു വന്നു. അത് ഒരു ചെറുപ്പക്കാരൻ്റെ പാർട്ടി. അപ്പം ചെറിയ സംവിധാനങ്ങളെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ജാതി സമവാക്യങ്ങളെ ഒരുപോലെ അടുപ്പിച്ച് നിർത്താനും ഈ ജെ ഡി യുവിനും ബി ജെ പിക്കും കഴിഞ്ഞു എന്നുള്ളതാണ്.